ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ ഇത് പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ കൊച്ചിയിൽ ഇതിനെ മുട്ടക്കുഴലപ്പം എന്നാണ് പറയുന്നത്. ചില നാട്ടിൽ ഇതിനെ ലവ് ലെറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിത് ലൂസ് ബാറ്ററിലാണ് വേണ്ടത്. ഒരു അപ്പത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ്, ഒരു ദോശമാവിൻ്റെ അത്രയും കട്ടി വേണ്ട. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഞാനിത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തുന്നുള്ളൂ. ഇനി 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ദോശ ചൂടുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെയ്യാണെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ബ്രോക്കൺ കാഷ്യൂസ് ആണ്. അപ്പോൾ കാഷ്യൂസ് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒരുപാട് ഡ്രൈ ആയി പോകാനും പാടില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ഇത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ദോശ പരത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പരത്താൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഏറ്റവും നൈസായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് നേരം ഫ്രൈ ആക്കണ്ട കേട്ടോ. 1 മിനിറ്റിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഇനി ബാക്കി എല്ലാ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി ഫില്ലിങ് വെച്ചിട്ട് ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ വേണം ഫില്ലിങ് വെക്കാനായിട്ട്. എന്നിട്ട് ഇത് നല്ല ടൈറ്റിൽ തന്നെ ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 രീതിയിലാണ് കേട്ടോ ചുരുട്ടിയെടുക്കുന്നത്. ആദ്യം ഒരു സൈഡിൽ ഫില്ലിങ് വെച്ചിട്ട് ചുരുട്ടിയെടുത്തു. പിന്നെ ഇത് സെൻറ്ററിൽ വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കി മുട്ടക്കുഴലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ ഇതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്